നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് BJPയുടെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ, അതായത് കായംകുളം തട്ടകമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശോഭാ സുരേന്ദ്രൻ ഇത്തവണ കായംകുളത്ത് മത്സരിക്കാൻ പറ്റില്ലെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. BJP ആ സീറ്റ് അല്ലെങ്കിൽ NDA കായംകുളം സീറ്റ് BDJS അധ്യക്ഷനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് പിന്നീട് ശോഭാ സുരേന്ദ്രൻ പിന്നീട് നോട്ടം ഇട്ടിരുന്നത് വട്ടിയൂർക്കാവാണ്. അവിടെയും ശോഭാ സുരേന്ദ്രന് ഇത്തവണ രക്ഷയില്ല. ഈ രീതിയിൽ മാറുകയാണ് ഈ പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക. എന്തായിരിക്കും ശോഭാ സുരേന്ദ്രന്റെ ഇനിയുള്ള അവസ്ഥ? ശോഭ കണ്ണുവെച്ച രണ്ടിടത്തും നടക്കൂല എന്നുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. ഇപ്പം ഇവിടെ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവ്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വട്ടിയൂർക്കാവിനെ കുറിച്ച് പറഞ്ഞപ്പം ശ്രീലേഖയ്ക്ക് ഉള്ള പ്രാധാന്യം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഉള്ളതിൽ കൂടുതലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു RSS BJP വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. അതിനെ മറികടന്നിട്ട് വേണം ആ ഒരു തലത്തിൽ നമ്മളിപ്പോൾ ഒരു ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖല, അതോടൊപ്പം തന്നെ RSSനും വലിയ പ്രാധാന്യമുള്ള മേഖല എന്നീ നിലകളിലൊക്കെ ഈ വട്ടിയൂർക്കാവിന് പ്രാധാന്യമുണ്ട്. അതോടൊപ്പം സഭയ്ക്കും മേൽക്കൈയുണ്ട്. അവിടെ ഇപ്പോൾ ഇറക്കാൻ നിർത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UDFൻ്റെതായി വരാൻ പോകുന്നത് K മുരളീധരനാണ്. അത് ഏറെക്കുറെ അന്തിമമായി ആ തീരുമാനം. ഇതുവരെ CPM ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വിട്ടിട്ടില്ല. അത് ഓൾമോസ്റ്റ് ഈ വലിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ പരിഹരിക്കപ്പെടുമെന്നുള്ളതുകൊണ്ടായിരിക്കാം CPM ഇതുവരെ സ്ഥാനാർത്ഥികളെ അവിടെ നിർണ്ണയിക്കായിരുന്നത്. എന്നിരുന്നാൽ തന്നെയും അവിടെ ഏറിയ സാധ്യത കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ VK പ്രശാന്തിന് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, VK പ്രശാന്ത് തന്നെയായിരിക്കും വട്ടിയൂർക്കാവിന് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത്. ഇപ്പം ഇവിടെ ഒന്ന് നോട്ടം ഇട്ടിരുന്നത് ശോഭാ സുരേന്ദ്രനാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ശ്രീലേഖയേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ശോഭാ സുരേന്ദ്രൻ എവിടെ നിന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ശോഭാ സുരേന്ദ്രന്റെ പ്ലസ് പോയിന്റ് ആയിട്ടോ നെഗറ്റീവായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാണാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് തന്നെ തുടക്കം നമുക്ക് നോക്കാം. പാലക്കാട് BJP അത്ര വലിയ ശക്തി കേന്ദ്രം ഒന്നും ആയിരുന്നില്ല BJPയുടേത്. അവിടെ പതിവ് പോലെ തന്നെ UDF LDF എന്ന് പറയുന്ന ദ്വയങ്ങൾ മാത്രമാണ് അവിടെ പാലക്കാട് ഉണ്ടായിരുന്നത്. അതേസമയം അവിടെ ഒരു മാറ്റത്തിന് ഒരു വഴിയൊരുക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ ഒരു എൻട്രിയോട് കൂടിയാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വന്ന് നിൽക്കുമ്പോൾ BJPയിൽ അതൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വരികയും ശോഭാ സുരേന്ദ്രൻ BJPയുടെ ഒരു തട്ടകം അല്ലെങ്കിൽ ഒരു A ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിലേക്ക് പാലക്കാടിനെ മാറ്റുകയും വിജയത്തിന്റെ തൊട്ടടുത്ത് നിന്ന് പിന്നിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ BJPയുടെ കയ്യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെയെല്ലാം ഈ പറയുന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പം നമ്മൾ കഴക്കൂട്ടത്തേക്ക് പോയി നോക്കും. കഴക്കൂട്ടത്തും അങ്ങനെ തന്നെയായിരുന്നു. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അവിടെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ആലപ്പുഴ ജില്ലയിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രനെ കൊണ്ട് കഴിഞ്ഞു. BJPക്ക് നല്ലൊരു നേട്ടം അവിടെ കൈവരിക്കാൻ സാധിച്ചു. തന്നെയുമല്ല ഹരിപ്പാട് മണ്ഡലങ്ങളിലാട്ടെ കായംകുളത്തൊക്കെ 1ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു തലത്തിലേക്ക് വരെ എത്തി. അവിടെ CPM 3ാം സ്ഥാനത്തേക്കൊക്കെ വിട്ടു പോവുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കും. അതും കായംകുളം പോലെ, അതായത് നിയോജക മണ്ഡലങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളത്ത് എല്ലാ കാലഘട്ടത്തിലും CPMന് അല്ലെങ്കിൽ LDFന് ഒരു മേൽക്കൈ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ്. അവിടെ പോലും ശക്തമായ ഒരു സാന്നിധ്യമായി മാറാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രന്റെ ഒരു നേട്ടം തന്നെയാണ്. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വെളിവില്ലാതെ എന്തെങ്കിലും പറയും എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചുള്ള ഒരു യാഥാർത്ഥ്യം. എതിരാളികളെ നിഷ്കാസിതരാക്കാൻ വേണ്ടിയിട്ട് എതിരെ നിൽക്കുന്ന ഇനി ആരാണെന്ന് പറഞ്ഞാലും അവർക്കെതിരായി കൃത്യസമയത്ത് ഒരു കാര്യം അവിടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ ശരിക്കും ശോഭാ സുരേന്ദ്രന് കഴിയുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം അവിടെ നിന്ന പിന്നെ കേസിക്കെതിരെ വ്യക്തമായ ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ ഈ 24 ന്യൂസിനെതിരെ, അതായത് ഗോകുലം ഗോപാലിനെതിരായിട്ട് ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നു. ആ സമയത്ത് തന്നെ ഗോകുലം ഗോപാലൻ തിരിച്ചൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് വ്യവഹാരങ്ങളിലേക്ക് വരെ അത് പോവുകയും ശോഭാ സുരേന്ദ്രന്റെ എല്ലില്ലാത്ത നാക്കുകൊണ്ടുള്ള വാചക കസർത്ത് മൂലം ജനങ്ങൾക്കൊരു താല്പര്യം തോന്നുകയും ചെയ്യുന്നു. ചിലപ്പോൾ സെന്റി അടിക്കേണ്ടടുത്ത് സെന്റി അടിക്കും. അപ്പോൾ ഞാൻ എന്തോ ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനൊക്കെ ശോഭാ സുരേന്ദ്രൻ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലായിടത്തും നിൽക്കുമ്പോഴും ഈ പറയുന്ന പോലെ ഒരു അഗ്രസീവ് പൊളിറ്റിക്സ് അവിടെ പ്രാക്ടിക്കലായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ആക്രമണോത്സുകമായ രാഷ്ട്രീയം അവിടെ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അടുത്ത അടവെടുക്കും. അക്രമോത്സുകത മാറ്റിയിട്ട് മറ്റൊരു തലത്തിലേക്ക് അതിനെ ഡീവിയേറ്റ് ചെയ്തൊരു സെന്റിമെന്റൽ ടൈപ്പിലേക്കും
ഒക്കെ കൊണ്ടുപോയി അതിനൊരു ആ രീതിയിലൊരു ഗെയിമിംഗ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അതിനെ ശോഭാ സുരേന്ദ്രൻ ഏറെ മോഹിച്ച ഒരു മണ്ഡലമാണ് കായംകുളവും വട്ടിയൂർക്കാവിൽ ഇപ്പം ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് ഇവർ ലോബിയാണ് ശരിക്കും. ഇതിനകത്ത് നമ്മൾ എത്രത്തോളം ഈ വിഭാഗീയത ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു വിഭാഗീയതയുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആലപ്പുഴയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ഒരു യോഗം, BJPയുടെ യോഗം കൂടി, അവിടെ പക്ഷമുണ്ട്. ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന് വലിയൊരു പ്രതിസന്ധി നേരിടുകയും ശോഭാ സുരേന്ദ്രൻ പക്ഷം ഒടുവിൽ അവിടെ നിന്ന് ആ യോഗത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ ഈ ശോഭാ സുരേന്ദ്രൻ ഇത്രയധികം പ്രാധാന്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പറയുന്ന NDA എവിടെ ഇവരെ പരീക്ഷിക്കാൻ തയ്യാറാവാത്തത്? ഇവരെ പരീക്ഷിക്കാൻ തയ്യാറാവുക എന്നുള്ളതല്ലല്ലോ, അവരെ പരീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ശോഭാ സുരേന്ദ്രൻ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മേഖലയിൽ BJPക്ക് വളരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അവിടെ ഒരു വോട്ട് ബേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും ശോഭാ സുരേന്ദ്രനെ അതിനുവേണ്ടി മാത്രമാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള പലപ്പോഴും. അല്ലാതെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മേൽക്കൈ നേടുന്ന ഒരു മണ്ഡലത്തിലേക്ക് അടുത്ത തവണ, ഇപ്പോൾ ആറ്റിങ്ങലാണെങ്കിൽ പോലും അടുത്ത തവണ മത്സരിക്കാൻ പോകുന്ന വേറൊരാളാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ പരീക്ഷിച്ചു. അവിടെ കുറച്ചധികം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. തൊട്ടടുത്ത തവണ വി മുരളീധരൻ അവിടെ വന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനു മുമ്പ് തന്നെ, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വി മുരളീധരൻ വരുന്നു. കഴക്കൂട്ടം മണ്ഡലം നോക്കിയോളൂ, അവിടെ വി മുരളീധരൻ മത്സരിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ വരുന്നു. ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരു മാറ്റം ഉണ്ടാക്കുമ്പോൾ വി മുരളീധരൻ അവിടേക്ക് കടന്നു കയറുന്നു. അപ്പം ചില നേതാക്കന്മാരുണ്ട്, അവരുടെ കുത്തകയാക്കി, അല്ലെങ്കിൽ ഒരു പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന സാധനം ഇപ്പോഴും BJPയിൽ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം തന്നെ അത് പുരുഷ മേധാവി, ഇപ്പം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും ഒരു ഒരുമിച്ച് കുറച്ചുപേരെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഇതൊരു ഔദ്യോഗിക പക്ഷം എന്നുള്ള നിലയിൽ ഇപ്പം സുരേഷ് അടക്കമുള്ള ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു. കൃഷ്ണദാസ് പക്ഷം എന്ന് പറഞ്ഞിട്ട് വേറൊരു പക്ഷം, K സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പക്ഷം, ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പക്ഷം. ഇപ്പം ശോഭാ സുരേന്ദ്രൻ്റെ ഒപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ശോഭാ സുരേന്ദ്രൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റിയ വേറൊരു വനിതാ നേതാവ് നമ്മുടെ കേരളത്തിൽ വേറെ ഇല്ല. ഇപ്പം BJPയുടെ ഏതെങ്കിലും ശക്തരായ ഏതെങ്കിലും ഒരു നേതാവിനെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇപ്പം ഇവിടെ വയനാട്ടിൽ തന്നെ മത്സരിപ്പിച്ചു എന്ന് പറയുന്ന, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച യുവതി തന്നെ, ആ പെൺകുട്ടി തന്നെ ഇപ്പോഴും വലിയ പ്രസക്തിയൊന്നും അല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം അതിന് തത്തുല്യമായ വേറൊരു വനിതാ നേതാവില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏക വനിതാ മുഖം എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ മാത്രമാണ്. അല്ലാതെ വേറൊരാളെ അവിടെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു വനിതാ മുഖം ഇല്ല. BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. അപ്പോൾ അവിടെ ഇവരെ കൊണ്ട് ഇറക്കുന്നു, വോട്ട് പിടിക്കുന്നു, എന്നിട്ട് ഒടുവിൽ അവരെ തഴയുന്നു. കായംകുളത്ത് ഒരു നേട്ടം ഉണ്ടായി. ഈ നേട്ടം കണ്ടുകൊണ്ട് തന്നെയല്ല, അവിടെ ഈ പറയുന്ന പോലെ SNDPക്ക് വലിയ പ്രാധാന്യമുള്ളൊരു മേഖല കൂടിയാണ് ഈ കായംകുളം നിയോജക മണ്ഡലത്തിനകത്ത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അവിടെ BDJSന്റെ നേതൃത്വത്തിലുള്ള SNDPയുടെ പിന്നെ ജനറൽ സെക്രട്ടറിയുടെ മകനെ തന്നെ അവിടെ പരീക്ഷിക്കുന്നു, തുഷാർ വെള്ളാപ്പള്ളി അവിടെ നിർത്തുന്നു. അവിടെ പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ SNDPക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ തന്നെയും, SNDPയുടെ ഒരു വലിയ വിഭാഗം വോട്ട് അവിടെ കിടപ്പുണ്ടെങ്കിൽ തന്നെയും അവിടെ നിന്ന് മറിയാൻ പോകുന്നത് വേറൊരു തലത്തിലാണ്. അവിടുത്തെ പിന്നെ SNDPക്കാരല്ല CPMകാരാണ് അവിടുത്തെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു, കായംകുളത്തിന്റെ ഏറ്റവും പ്രാധാന്യം അതാണ്. അവിടെ അല്ല ഇടതുപക്ഷക്കാരാണ്. ആ ഇടതുപക്ഷക്കാര് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനെ മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇതിന്റെ രണ്ടിന്റെ വോട്ടിംഗ് പാറ്റേണും വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ ഇത് വോട്ടിംഗ് പാറ്റേണുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ട് ഒരിക്കലും ഇവിടെ കിട്ടണമെന്നില്ല, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടണമെന്നില്ല. അത് BJP ആണെങ്കിലും CPM ആണെങ്കിലും UDF ആണെങ്കിലും. പലപ്പോഴും ഈ UDF പലപ്പോഴും ഞങ്ങൾ ലോക്സഭാ സീറ്റിംഗ് പിടിച്ചു, അല്ലെങ്കിൽ ലോക്സഭ മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോഴും 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 സംഭവിക്കുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? 99 സീറ്റ് നേടിയിട്ട് LDF അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോഴും ആ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് LDFനെതിരായിട്ട് സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ, സ്വപ്ന സുരേഷ് ഉൾപ്പെടെ രംഗത്തുണ്ടായിരുന്നു. എന്നിട്ട് പോലും 2021 സീറ്റ് പിടിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു, ഭൂരിപക്ഷം നേടി ഭരണം പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് വോട്ടിംഗ് പാറ്റേണുകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പാണെങ്കിലും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ വന്നിട്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്നിട്ട് ജയിക്കാം എന്നുള്ളൊരു സാധ്യതകളില്ല. വേണമെങ്കിൽ ഒരു 2ാം സ്ഥാനത്തേക്കൊക്കെ എത്താം. എന്നാലും 2ാം സ്ഥാനത്ത് വരാൻ വലിയ പാടായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം ലീഗിന് നല്ല പ്രാധാന്യമുണ്ട്. ലീഗ് ആ സീറ്റ് ചോദിക്കുകയും ചെയ്തതാണ് കായംകുളം. അപ്പം ലീഗിന് വലിയ പ്രാധാന്യമുണ്ട്, എന്ന് വെച്ചാൽ UDFന് പ്രാധാന്യമുണ്ട്. ലീഗിന് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ UDFന് പ്രാധാന്യം ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിന് പ്രാധാന്യമുള്ളൊരു മേഖല, അവിടെ 2ാം സ്ഥാനത്തേക്ക് ഒരിക്കലും BJPക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇവിടെ BJP എന്ന് പറഞ്ഞാൽ ബേസായിട്ട് നമ്മൾ ചിന്തിച്ചാൽ BJP അത്ര ശക്തമായ നിലയിലൊന്നും അല്ല കായംകുളം മണ്ഡലത്തിൽ. അവിടെ ഒരു കായംകുളം പിന്നെ BJPയുടെ A ക്ലാസ് മണ്ഡലം എന്ന് അറിയപ്പെടാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ UDFയിലെ ലീഗ് ശക്തമാണ്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇടതുപക്ഷം ശക്തമാണ്. ഇതിന്റെ ഈ രണ്ട് മത്സരത്തിന്റെ ഇടയിലൂടെ വേണം BJP അവിടെ സ്വന്തമായിട്ട് സ്പേസ് കണ്ടുപിടിക്കാൻ. അതൊരു വലിയ പാടാണ്. അപ്പൊ ഇവിടെ BDJSനെ ഇറക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ
ഈ പറയുന്ന SNDP-കാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഇടതുപക്ഷത്തിന്റെ സ്വാധീന ശക്തിയുള്ള മേഖലയിലാണ്. ആ പറയുന്ന ഈഴവരായിട്ടുള്ള കുറച്ച് പേര് BDJS-ന്റെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഇപ്പം കായംകുളത്ത് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ നിന്നാൽ ജയിക്കത്തില്ല, അവിടെ സാധ്യതകളില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ BJP-ക്കുള്ള വോട്ട് കിട്ടും എന്നുള്ളതല്ല, അതിനപ്പുറത്ത് അവർ കുറച്ചുകൂടെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലം കുറച്ചുകൂടെ ഈ പറയുന്ന ഒരു ഹയർ സെറ്റപ്പിൽ നിൽക്കുന്ന ടീമുകളാണ്. അതെന്ന് വെച്ചാൽ അവിടെ ഒരു ലോക്കലൈസേഷൻ അവിടെ വട്ടിയൂർക്കാവിൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നവർക്ക് എപ്പോഴും ഒരു ഇസം വലിയ പ്രാധാന്യമുള്ളതാണ്. അവിടെ ഒരു ആ ഇസത്തിനനുസരിച്ച് ഒരു നായർ വോട്ടുകളെല്ലാം കൂടെ ചിതറിക്കിടക്കുന്ന ഒരു മേഖല കൂടിയാണ് വട്ടിയൂർക്കാവ്. അപ്പം ശ്രീലേഖയെ പോലെ ഒരാൾ നഗരത്തിന് കൂടുതൽ പിന്നെ എന്താ പറയുന്ന ഈ കൂടുതൽ പ്രാധാന്യമുള്ള നാഗരിക എന്നൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് മോഡേൺ ആണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറച്ച് വിദ്യാഭ്യാസമുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ മാത്രമേ വട്ടിയൂർക്കാവുകാർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശ്രീലേഖയ്ക്ക് തന്നെ അവിടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഈ രണ്ട് മണ്ഡലങ്ങൾ പിന്നെ നിയമം നോക്കുക വേണ്ട. നിയമം തുടക്കം മുതൽ തന്നെ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ തന്നെ നിയമം മണ്ഡലം എനിക്കുള്ളതാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനിയും വേറെ ഏതെങ്കിലും ഒന്ന് ഹരിപ്പാട് മണ്ഡലം ഉണ്ടാവും, ഹരിപ്പാട് മണ്ഡലത്തിലേക്ക് പരീക്ഷിക്കുക. അതാണ് ഇനിയും അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആലപ്പുഴ ജില്ലയിൽ തന്നെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ കാര്യം ആലപ്പുഴ കഴിഞ്ഞ തവണ നിന്നതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു മാറ്റം ഉണ്ടാക്കിയത് കൊണ്ട് അന്ന് ഹരിപ്പാട് സീറ്റ് കൊടുക്കാനാണ് സാധ്യത. ഹരിപ്പാട് നിൽക്കുമ്പോഴും അവിടെ രമേശ് ചെന്നിത്തല ഉണ്ടാവും. ഇനിയും CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. അത് ശരിക്കും CPI-യുടെ സീറ്റാണ്. ശരിക്കും ഈ അവിടുന്ന് ഹരിപ്പാട് CPI-യുടെ സീറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് CPI-യുടെ കയ്യിൽ നിന്ന് മേടിച്ച് CPM അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ അത് മാത്രമേ ഉള്ളൂ UDF-ന്റെ കയ്യിലിരിക്കുന്നത്. ബാക്കിയെല്ലാം പിന്നെ മാവേലിക്കര ആണെങ്കിലും നമ്മൾ അങ്ങോട്ട് അമ്പലപ്പുഴയാണെങ്കിലും ഒക്കെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ അമ്പലപ്പുഴയോട് ഒന്ന് പോയിട്ട് ശോഭാ സുരേന്ദ്രൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമില്ല. അമ്പലപ്പുഴയാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴയാണെങ്കിലും തുറവൂരാണെങ്കിലും ഒന്നും വലിയ തോതിൽ ശോഭാ സുരേന്ദ്രനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നിലവിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടും കായംകുളം ഒഴികെ വേറെ എങ്ങും ഇല്ല. ഇനി മാവേലിക്കര ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഒരു മൊത്തത്തിലുള്ള പിക്ചർ. പിന്നെ ശോഭാ സുരേന്ദ്രനെ തഴയുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടുത്തെ സംസ്ഥാന നേതൃത്വമാണെങ്കിൽ ഇപ്പം ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഇനി കേന്ദ്രത്തിൽ അങ്ങ് വലിയ പിടിപാടാണ് എന്ന് പറഞ്ഞിരുന്നാൽ തന്നെയും സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് ശോഭയുടെ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചേനെ. C. കൃഷ്ണകുമാറിന് പകരം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ച് ഇന്ന് ശരിക്കും പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ MLA ആയനെ. അപ്പം അങ്ങനെ പോലും പാർട്ടിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ശോഭയെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ശോഭ സുരേന്ദ്രൻ മാത്രമായ ഒരു MLA നാളെ കേരള നിയമസഭയിൽ വന്നാൽ അത് ഇവർക്ക് വലിയ തിരിച്ചടിയാവും. പുരുഷ മേൽക്കോയ്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയായി പിന്നെ മാറുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് MLA ആയിട്ട് വരുന്നത് ഇവിടുത്തെ പുരുഷ കേസരികൾക്ക് ഭയങ്കര നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചരടുവലികളും ഇപ്പം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ശോഭ കണ്ണുവെച്ച പല സീറ്റുകളും ഇവർ തട്ടി മാറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഏതെങ്കിലും തോൽക്കാനിടയുള്ള ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിടാനാണ് ഇപ്പം നിലവിലത്തെ ഒരു സാഹചര്യം.